ആറന്മുള MLA ആയിട്ടുള്ള അബിൻ വർക്കി ഇന്നലെ രാത്രി കാറിൽ സഞ്ചരിക്കവേ അപകടത്തിൽപ്പെട്ടു എന്ന വാർത്ത പുറത്തു വന്നു. സ്വാഭാവികമായിട്ട് ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന്റെ ആരോഗ്യം എത്രയും പെട്ടെന്ന് സുഖം പ്രാപിച്ച് പൂർണ്ണ ആരോഗ്യവാനായി പുറത്തു വരട്ടെ എന്ന് ആശംസിക്കുകയാണ്. കാര്യം ഒരു മനുഷ്യന്റെയും അപകടത്തെ പരിഹസിക്കേണ്ട കാര്യമില്ല. പക്ഷേ ആ അപകടത്തെ തുടർന്ന് ഒരു ദൃശ്യം കണ്ടു. ആ ദൃശ്യം കണ്ടപ്പോൾ ഒരു സാധാരണക്കാരൻ എന്നുള്ള നിലയ്ക്ക് ചില ചോദ്യങ്ങൾ ഉന്നയിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ പല മനുഷ്യരെയും നമ്മൾ അപകടത്തിൽപ്പെട്ടവരെ ആശുപത്രിയിൽ കൊണ്ടുപോയിട്ടുണ്ട്, അല്ലെങ്കിൽ അവനവന് തന്നെ അപകടം പറ്റി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ ദൃശ്യങ്ങൾ നോക്കി, എന്തുകൊണ്ട് ഈ ദൃശ്യങ്ങൾ ഇങ്ങനെ പുറത്തു വന്നു? കാര്യം MLA രാത്രി രക്ഷാപ്രവർത്തന ശേഷം വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. ആ മടങ്ങിയ MLA അപകടത്തിൽപ്പെട്ടാൽ നമ്മുടെ നാട്ടിൽ എവിടെയെങ്കിലും ഇങ്ങനെ ക്യാമറ ഓൺ ചെയ്ത് MLA കൊണ്ടുപോകുന്ന വഴിയിൽ സഞ്ചരിക്കാറുണ്ടോ? ആ ദൃശ്യം കണ്ടപ്പോ അത്ര ശരിയായിട്ട് തോന്നിയില്ല. കാര്യം MLA ഇങ്ങനെ അപകടം പറ്റി കിടക്കുന്ന സന്ദർഭത്തിൽ ആരാണ് വീഡിയോ ഷൂട്ട് നടത്തി അത് ആസ്വദിച്ചതെന്നും ആ വീഡിയോകൾ ഉടനടി തന്നെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കണമെന്നുള്ളത് എന്ത് മനോഭാവമാണ്? കാര്യം സാധാരണഗതിയിൽ ഒപ്പമുള്ളവർ MLAക്ക് വേദന എടുക്കുന്നതായിട്ട് ആ ദൃശ്യം കാണുമ്പോൾ തോന്നുകയാണ്. ആ സന്ദർഭത്തിൽ എന്ത് ചെയ്യും? അദ്ദേഹത്തെ സമാധാനിപ്പിക്കാൻ മുതിരും. പക്ഷെ അതിന് മുതിരാതെ ക്യാമറ ഓൺ ചെയ്ത് പിടിച്ച് ആ വേദനകളുടെ നിമിഷങ്ങൾ മുഴുവൻ ഒരു സെക്കൻഡ് പോലും മിസ്സാകാതെ ജനങ്ങളെ കാണിക്കണമെന്നുള്ളത് എന്ത് ആവശ്യത്തിന്റെ പ്രകാരമായിരിക്കും? നമ്മൾ ഒരു മനുഷ്യൻ അപകടത്തിൽപ്പെടുമ്പോൾ അവരെ പരിഹസിക്കുന്നില്ല, കുറ്റം പറയുന്നില്ല. പക്ഷെ ഈ കാഴ്ചകളൊക്കെ കാണുമ്പോൾ നമ്മുടെ നാട്ടിൽ ചിലതൊക്കെ കച്ചവടവൽക്കരിക്കുന്നത് എങ്ങനെയെന്ന് നമ്മൾ ബോധ്യപ്പെടുകയാണ്. ജനങ്ങളുടെ വൈകാരിക തല ഉണർത്താൻ നമ്മൾ ദൃശ്യങ്ങൾ ഉണ്ടാക്കണം. ആ ദൃശ്യങ്ങളിലൂടെ അഭിനയിച്ചോ അഭിനയിക്കാതെയോ അതൊന്നും അറിയത്തില്ല, ചില മുഹൂർത്തങ്ങൾ എടുത്ത് ജനങ്ങളിലേക്ക് എത്തിച്ചാൽ അവരുടെ വികാരം നമുക്ക് വേണ്ടി ഉണരും. ആ വികാരമാണ് ഉണരേണ്ടത്. അത് ഉണർത്തി നമുക്ക് അനുകൂലമാക്കുക. കാര്യം ഒരു MLAയുടെ സാന്നിധ്യം ഏറ്റവും കൂടുതൽ മണ്ഡലത്തിൽ വേണ്ട സന്ദർഭമാണ്. ആ സന്ദർഭത്തിൽ അദ്ദേഹത്തിന് അപ്രതീക്ഷിതമായ ഒരു അപകടം പറ്റി. പക്ഷെ അപകടം പറ്റിയതിന് പിന്നാലെ പുറത്തു വന്ന ഈ ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ ഇതിലെവിടെയെങ്കിലും ഒരു കഞ്ഞിക്കുഴി ടച്ചുണ്ടോ എന്ന് നാട്ടുകാർക്ക് തോന്നിയാൽ കുറ്റം പറയാൻ പറ്റില്ല.